2025 ജൂലൈയിൽ കാറിൽ തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ബിനു സാർ, രമേഷ് സാർ, സുനിൽ സാർ, ഫൈസൽ സാർ എന്നിവരാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. ജൂലൈ 24 വൈകുന്നേരം 7:45 ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. രാത്രി മുഴുവൻ യാത്ര ചെയ്ത് രാവിലെ 2 മണിയോടെ ഞങ്ങൾ തിരുവണ്ണാമലയിലെത്തി. റൂമെടുത്ത് കുറച്ച് വിശ്രമിച്ച് രാവിലെ 6 മണിയോടെ കാഴ്ചകൾക്കായി ഇറങ്ങി. ആദ്യം ഇവിടുത്തെ പ്രസിദ്ധമായ അരുണാചലേശ്വര ക്ഷേത്രം സന്ദർശിക്കാനായി പോയി. അണ്ണാമലയ്യാർ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ഏറ്റവും വിഖ്യാതമായ ശിവക്ഷേത്രമാണ്. ഇതിന്റെ ഗോപുരങ്ങൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിരുജ്ഞാന സംബന്ധർ, അപ്പർ തിരുനാവക്കരശർ എന്നീ നായനാർ സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ശൈവ സിദ്ധന്മാർ അവരുടെ കൃതിയായ തേവാരം എന്ന കൃതിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഇവിടം ഭരിച്ചിരുന്ന ചോള രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയെ കാര്യമായി തന്നെ സഹായിച്ചു. മുഗളർ തങ്ങളുടെ സാമ്രാജ്യം പിടിച്ചെടുത്തതിനാൽ 1328 ഹൊയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാനമായി ഈ നഗരം മാറി. പിന്നീട് സംഗമ വംശം, സളുവ വംശം, തുളുവ വംശം, വിജയനഗര സാമ്രാജ്യം എന്നിവയുടെ ഭാഗമായി മാറി. ഈ കാലങ്ങളിലെ അനവധി ശിലാലിഖിതങ്ങൾ ക്ഷേത്രത്തിൽ കാണാം. പിന്നീട് മുഗളരുടെയും കർണാട്ടിക് നവാബുമാരുടെയും ഫ്രഞ്ചുകാരുടെയും ടിപ്പു സുൽത്താന്റെയും 1800 മുതൽ ബ്രിട്ടീഷുകാരുടെയും നിയന്ത്രണത്തിലായി. ഇവിടെ പെരിയ ഗോപുരം എന്ന ഈ ഗോപുരത്തിന് 480 അടി ഉയരമാണ് ഉള്ളത്. രാവിലെ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. കുറച്ച് സമയം ക്യൂ നിന്ന് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളും കണ്ട് 7:30 പുറത്തിറങ്ങി. ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് കാഴ്ചകൾ കണ്ടു. ക്ഷേത്രത്തിന് പിന്നിലായി കാണുന്ന മലയാണ് അരുണാചല അല്ലെങ്കിൽ അണ്ണാമലൈ. അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾ നടത്തം ആരംഭിച്ചു. പ്രധാന റോഡിൽ നിന്ന് മലയിലേക്കുള്ള കയറ്റത്തിന്റെ ആദ്യ കുറച്ചു ഭാഗം ചെറിയ വീടുകൾക്കിടയിലൂടെയാണ് കയറുന്നത്. മുറ്റത്ത് കോലം വരച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. കുത്തനെയുള്ള കയറ്റമായതിനാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കയറ്റം. വേദവ്യാസ മഹർഷി സ്കന്ദപുരാണത്തിലെ മഹേശ്വര ഖണ്ഡത്തിൽ ഈ അരുണാചലത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി ധാരാളം ശൈവ സന്യാസിമാരും ഋഷിമാരും ജീവിച്ചിരുന്ന അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ഒരു ഇടമാണ് ഈ മല. അപ്പർ, സംബന്ധർ, സുന്ദരാർ, മാണിക്യവാചകർ, ഗുഹായി നമശിവായ, വിരുഭാഷദേവ എന്നിവരൊക്കെ ഇവിടെ താമസിച്ചിരുന്ന സന്യാസിമാരാണ്. 1899 മുതൽ 1916 വരെ ശ്രീ രമണ മഹർഷിയും ഈ മലയിലെ ഗുഹയിലാണ് താമസിച്ചിരുന്നത്. മരങ്ങൾക്കിടയിലൂടെ നടന്ന് ഗുഹായി നമശിവായ മഹർഷി വസിച്ചിരുന്ന ഗുഹയ്ക്ക് മുന്നിലായി എത്തിയെങ്കിലും രാവിലെ ആയതിനാൽ തുറന്നിരുന്നില്ല. ഞങ്ങൾ നടത്തം തുടർന്നു. മരങ്ങൾക്കിടയിലൂടെയുള്ള കയറ്റം ഒരു സുഖമുള്ള ഏർപ്പാടായിരുന്നു. കുരങ്ങന്മാർ യാത്രയ്ക്കിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നടന്ന് വിരുഭാഷ ദേവ മഹർഷി താമസിച്ചിരുന്ന ഗുഹയിൽ കയറി കുറച്ച് സമയം വിശ്രമിച്ചു. വീണ്ടും ഞങ്ങൾ കയറ്റം തുടർന്നു. കല്ലുകൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരാളെ കുറച്ച് സമയം നോക്കി നിന്ന് ഈ മലയിലെ മറ്റൊരു വിഖ്യാത ഗുഹയായ സ്കന്ദാശ്രമത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈ ആശ്രമത്തിലാണ് രമണ മഹർഷി 1916 മുതൽ 1922 വരെ ധ്യാനത്തിലിരുന്നിരുന്നത്. അവിടെയും ധാരാളം ആളുകൾ നിശബ്ദതയിൽ ധ്യാനത്തിലായിരുന്നു. തുടർന്ന് ഞങ്ങൾ രമണാശ്രമത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ ആശ്രമത്തിൽ നിന്ന് മല കയറിയാൽ അരുണാചല മലയുടെ മുകളിൽ കയറാം. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് കയറുന്നില്ല. ഈ മലയുടെ ഉയരം 2671 അടി ഉയരമാണ്. ആ മലയുടെ ടോപ്പിനെയാണ് അരുണാചലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയപ്പോൾ താഴെ അരുണാചലേശ്വർ ക്ഷേത്രവും അതിൻ്റെ ഗോപുരങ്ങളും മനോഹരമായി കാണാമായിരുന്നു. അതിനു ചുറ്റും തിരുവണ്ണാമല നഗരവും കാണാം. കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോകളെടുത്ത് ഞങ്ങളുടെ നടത്തം തുടർന്നു. കല്ലുപാകിയ വഴികളിലൂടെയുള്ള നടത്തം തണലിലൂടെ ആയിരുന്നതിനാൽ കയറ്റം കയറിയതിൻ്റെ ക്ഷീണം അകറ്റാൻ സഹായിച്ചു. നടന്ന് ഞങ്ങൾ രമണാശ്രമം മുറിച്ചു കടന്നു. ഈ ആശ്രമത്തിലാണ് രമണ മഹർഷി 1922 മുതൽ 1950 അദ്ദേഹത്തിന്റെ മരണം വരെ ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ഓട്ടോയിൽ ഹോട്ടലിലേക്ക് മടങ്ങി. ചായ കുടിച്ച് 10:30 ഞങ്ങൾ കാറിൽ യാത്ര തുടർന്നു. ഇന്ന് സെഞ്ചിയിലെ കാഴ്ചകൾക്കായാണ് പോകുന്നത്. 40 കിലോമീറ്റർ ദൂരെയാണ് സെഞ്ചി. ഈ വർഷം യുനെസ്കോയുടെ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് എന്ന പേരിൽ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് സെഞ്ചി. ജിഞ്ചി എന്നാണ് എഴുതുന്നതെങ്കിലും സെഞ്ചി എന്നാണ് വിളിക്കുന്നത്. അകലെ നിന്ന് തന്നെ സെഞ്ചിയിലെ കോട്ട കാണാമായിരുന്നു. മലമുകളിലെ കോട്ടകളാണ് ഇവിടുത്തെ പ്രത്യേകത. 9-ാം നൂറ്റാണ്ടിൽ ചോളന്മാരുടെ കീഴിലായിരുന്നു ഇവിടം. 1123 കടവ രാജാവായിരുന്ന സെഞ്ചിയാർ കോട്ട് എന്ന രാജാവാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. അതിനാൽ സെഞ്ചി കോട്ട എന്ന് അറിയപ്പെടുന്നു.
പിന്നീട് വിജയനഗര സാമ്രാജ്യകാലത്ത് കോട്ട കൂടുതൽ വലുതാക്കി. 1509 മുതൽ 1649 വരെയുള്ള കാലത്ത് ജിഞ്ചി നായക്കന്മാരുടെ കാലത്ത് കോട്ട വളരെ വലുതാക്കി. പിന്നീട് ബീജാപ്പൂർ സുൽത്താൻമാരുടെ കീഴിലായി. 1677 ശിവജി ഈ കോട്ട പിടിച്ചെടുത്തു. മറാത്ത ഭരണകാലത്ത് കോട്ട ഇന്ന് കാണുന്ന വലുപ്പത്തിലേക്കെത്തി. 1698 മുതൽ മുഗൾ ഭരണത്തിലും പിന്നീട് പല പ്രാദേശിക ഭരണാധികാരികളുടെയും കീഴിലായി. 1750 ഫ്രഞ്ചുകാരും 1761 ബ്രിട്ടീഷുകാരുടെയും കീഴിലായി ഈ കോട്ട. 12 മണിക്ക് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ടിക്കറ്റ് എടുത്ത് കോട്ടയ്ക്കുള്ളിൽ കയറി. ഗ്രേറ്റ് വാൾ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ ഈ കോട്ട അറിയപ്പെടുന്നു. ഇന്ത്യയിലെ പിടിച്ചെടുക്കാനാവാത്ത കോട്ടയായി, അതായത് ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ കോട്ടയായി ഇത് അറിയപ്പെടുന്നു. അതിനാൽ ഇതിനെ ട്രോയ് ഓഫ് ഈസ്റ്റ് എന്നും വിളിക്കുന്നു. ഇവിടെ നാം ഇപ്പോൾ നിൽക്കുന്നത് രാജഗിരി പ്രദേശത്താണ്, അതായത് കോട്ടയുടെ പ്രധാന ഭാഗത്താണ്. ഇവിടെ കയറിയാൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുക കല്യാണമഹൽ എന്ന നിർമ്മിതിയാണ്. രാജകുടുംബാംഗങ്ങളുടെ താമസ സ്ഥലങ്ങൾ, കുതിരലായങ്ങൾ, മീറ്റിംഗ് ഹാള്, ധാന്യ സംഭരണികൾ, ക്ഷേത്രങ്ങൾ, മസ്ജിദ്, കുളം എന്നിവയാണ് മലയ്ക്ക് കീഴിലുള്ളത്. വലിയ ആലിന് കീഴിലൂടെ നടന്ന് ഞങ്ങൾ മീറ്റിംഗ് ഹാളിലെ നിർമ്മിതികളുടെ മുകളിൽ കയറി കുറച്ചു സമയം വിശ്രമിച്ച് ഫോട്ടോകളെടുത്തു. ഇവിടെ നിൽക്കുമ്പോൾ രാജഗിരിക്ക് പുറമെയുള്ള 2 മലകളും ഈ കാണുന്ന കൃഷ്ണഗിരിയിലെ നിർമ്മിതികളും ചക്കിലിയ ദുർഗ് എന്ന തെക്കുവശത്തെ മലമുകളിലെ നിർമ്മിതികളും കാണാം. ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ ധാന്യ സംഭരണികളുടെ അടുത്തേക്ക് പോയി. അവയും കണ്ട് ഞങ്ങൾ മലമുകളിലേക്ക് നീങ്ങി. 2013 ഇവിടെ സന്ദർശിച്ചപ്പോൾ കയറാനാവാതെ മടങ്ങേണ്ടി വന്ന ഒരു മലയാണ് രാജഗിരി കുന്ന്. ഇന്നും ഞങ്ങൾ മലമുകളിൽ കയറുന്നില്ല. മലയുടെ മുകളിലേക്കുള്ള പടവുകൾ കുറച്ചധികം കയറി അവിടെ നിന്ന് കൃഷ്ണഗിരിയുടെയും ചക്കിലിയ ദുർഗ് മലയുടെയും കാഴ്ചകൾ കണ്ട് തിരിച്ച് ഇറങ്ങി. രാജഗിരി കുന്ന് 800 അടി ഉയരത്തിലേക്ക് കയറണം. അതിന് മാത്രമായി തയ്യാറായി വന്നാലേ കയറാനാവൂ. തിരിച്ചിറങ്ങി ഞങ്ങൾ കോട്ടയിലെ കുളം സന്ദർശിച്ച് കുതിരലായത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോകളെടുത്ത് പുറത്തേക്ക് നടന്നു. പുറത്തുള്ള സദാത്തുള്ള ഖാൻ മോസ്ക് അടച്ചിരുന്നതിനാൽ കയറാനായില്ല. തുടർന്ന് വിജയനഗര കാലത്ത് നിർമ്മിച്ച വെങ്കിട്ട രമണ ക്ഷേത്രം സന്ദർശിക്കാനായി നീങ്ങി. ചക്കിലിയ ദുർഗ് മലയുടെ താഴെയാണ് ക്ഷേത്രം. പാടത്തു നിന്ന് ക്ഷേത്രം കാണുക എന്നത് മനോഹരമായൊരു കാഴ്ചയായിരുന്നു. വലിയ ഗോപുരം കടന്ന് ഉള്ളിലേക്ക് കയറി. സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 1000 കാൽ മണ്ഡപത്തിലൂടെ കുറച്ച് സമയം നടന്ന് കാഴ്ചകൾ കണ്ടു. സന്ദർശകരുടെ തിരക്കൊന്നുമില്ലാത്ത ഒരിടം. കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. രമേശ് മാഷും സുനിൽ മാഷും പ്രാർത്ഥനകൾക്കായി കയറി. കുറെ ഫോട്ടോകളെടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്നുള്ള മടക്കയാത്ര ആരംഭിച്ചു. വഴിയിൽ ഏകാംബരേശ്വര ക്ഷേത്രം കണ്ടെങ്കിലും കയറാതെ യാത്ര തുടർന്നു. കൃഷ്ണഗിരി കയറാൻ ആരോഗ്യം സമ്മതിക്കാത്തതിനാൽ പുതുച്ചേരിയിലേക്ക് യാത്ര തുടർന്നു. ഇന്നലത്തെ ഉറക്കമില്ലായ്മ നടക്കാനുള്ള ഉഷാർ കളഞ്ഞിരിക്കുന്നു. 2013 ഇതുതന്നെയാണ് സംഭവിച്ചത്. യാത്രയിൽ വഴി കുറച്ച് തെറ്റിയെങ്കിലും 3 മണിയോടെ ഞങ്ങൾ ഓറോവിൽ എത്തി. ഇത് ഒരു എക്സ്പെരിമെന്റൽ ഗ്ലോബൽ ടൗൺഷിപ്പാണ്. അരബിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായി 1968 ഫ്രഞ്ച് ഇന്ത്യൻ സ്പിരിച്വൽ ഗുരുവായ മിറ അൽഫാസയാണ് ഈ നഗരം സ്ഥാപിച്ചത്. റോജർ ഏങ്കറാണ് അതിന്റെ ശില്പി. ലോകത്തിന് മാനവ ഐക്യം കാട്ടിക്കൊടുക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരിടമാണ് ഇത്. ഞങ്ങളുടെ മാതൃ മന്ദിർ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നുപോയി. യോഗ, ആത്മീയ ധ്യാനം എന്നിവയ്ക്കുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. സ്വർണ്ണ നിറമടിച്ചിരിക്കുന്ന മെറ്റാലിക് സ്പിയർ ആണ് നമുക്ക് മാതൃ മന്ദിറിൽ കാണാനാവുക. ഇതാണ് ഈ ഗ്ലോബൽ ടൗൺഷിപ്പിന്റെ മധ്യഭാഗം. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലും പുതുച്ചേരിയിലുമാണ് ഈ എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. തിരികെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് ബസ്സിൽ മടങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പുതുച്ചേരിയിലേക്കുള്ള യാത്ര തുടർന്നു. നഗരത്തിലെ തിരക്കിലൂടെയുള്ള യാത്ര ചെയ്ത് 4:30 ഞങ്ങൾ പുതുച്ചേരിയിലെ വൈറ്റ് ടൗണിനടുത്തുള്ള ചാപ്ലിൻ ഹോട്ടലിൽ റൂമെടുത്തു. ചെക്ക് ഇൻ ചെയ്ത് വൈറ്റ് ടൗൺ കാണുന്നതിനായി നടന്നു. ഫ്രഞ്ച് ബിൽഡിങ്ങുകളുടെ കാഴ്ചകൾ കണ്ട് നടന്നു. വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന റോഡും നടപ്പാതകളും. നടപ്പാതകൾ കയ്യേറി ബോർഡുകളോ കടകളോ സ്ഥാപിച്ചിട്ടില്ല. അതുപോലെ പോസ്റ്ററുകൾ ഇവിടെ കാണാനേയില്ല. അതിനാൽ വളരെ ഭംഗിയായിരിക്കുന്നു ഈ ഫ്രഞ്ച് ഏരിയ. കഴിഞ്ഞ വർഷം താമസിച്ച ഹോട്ടലിന് ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ വർഷം സന്ദർശിച്ച റെസ്റ്റോറന്റ് പേരും ഡിസൈനും മാറ്റിയിരിക്കുന്നു. അവിടെ നിന്ന് നടന്ന് ഫ്രഞ്ച് പള്ളിയായ അവർ ലേഡി ഓഫ് ഏഞ്ചൽസിൽ കയറി കുറച്ചു സമയം ഇരുന്ന് വിശ്രമിച്ചു. നെപ്പോളിയൻ മൂന്നാമന്റെ കാലത്ത് 1855 ഗ്രീക്കോ റോമൻ ശൈലിയിൽ ഈ ചർച്ച് നിർമ്മിക്കുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ നോത്രേ ഡം ഡസ് ഏജസ് എന്ന് വിളിക്കുന്നു. പുറത്തിറങ്ങി ഞങ്ങൾ പുതുച്ചേരി ബീച്ചിലേക്ക് നടന്നു.
അവധി ദിവസമായിരുന്നതിനാലും വൈകുന്നേരമായതിനാലും നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. മണലുള്ള പ്രദേശം അടുത്തൊന്നും ഇല്ലാത്തതിനാൽ കാറ്റുകൊണ്ട് ബീച്ചിലൂടെ നടന്നു. പിന്നെ കുറച്ചു സമയം കൽക്കൂമ്പാരത്തിന് മുകളിലിരുന്ന് വിശ്രമിച്ച് കടൽ കാഴ്ചകൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ പതിയെ തിരിച്ചുള്ള നടത്തം ആരംഭിച്ചു. രാത്രി ലൈറ്റിട്ട അവസ്ഥയിൽ വൈറ്റ് ടൗൺ കാണുക എന്നത് മനോഹരമായൊരു ഏർപ്പാടായിരുന്നു. അതിനാൽ കുറച്ചു സമയം ഈ ഫ്രഞ്ച് ഏരിയയിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. വൈറ്റ് ടൗണിലെ ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് തിരിച്ച് ഹോട്ടലിൽ എത്തി. ഈ ഹോട്ടലും പണ്ട് ഞങ്ങൾ ബോംബെയിൽ കല്യാണിൽ താമസിച്ച ഹോട്ടൽ പോലെ രാത്രി നല്ല ബഹളമുള്ള ഒന്നായിരുന്നു. താഴത്തെ നിലയിൽ പബ്ബ്, അതിന് തൊട്ട് മുകളിലത്തെ നിലയിൽ ഓഫീസ്, അതിന് തൊട്ട് മുകളിലെ നിലയിൽ റൂമുകൾ, അതിനു മുകളിൽ റെസ്റ്റോറൻറ്റ്, ഏറ്റവും മുകളിലെ നിലയിൽ ബാർ. അതായിരുന്നു ഈ ഹോട്ടലിൻ്റെ സെറ്റപ്പ്. വരാന്തയിലെ ബഹളം കാരണം ഇന്നും ഉറക്കം ഒട്ടും ശരിയായില്ല. ജൂലൈ 26 രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അവർ ലേഡി ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിലേക്ക് പോയി. അവിടെ കുർബാനയുടെ സമയമായിരുന്നു. പുതുച്ചേരി കടലൂർ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണ് ഇത്. ഹെറേറിയൻ ശൈലിയിലെ ഈ പള്ളി 1692 ലൂയി 14 രാജാവിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. 6:30 ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പിച്ചവാരത്തേക്കുള്ള യാത്ര തുടങ്ങി. 75 കിലോമീറ്റർ അകലെയാണ് പിച്ചവാരം മാൻഗ്രൂവ് ഫോറസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ 9 മണിയോടുകൂടി പിച്ചവാരം മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ബോട്ടിംഗ് പോയിന്റിലെത്തി. ഒരു മോട്ടോർ ബോട്ടിന് ടിക്കറ്റ് എടുത്ത് യാത്ര തുടങ്ങി. വെള്ളാർ നദിക്കും കൊല്ലിടം നദിക്കും ഇടയിലുള്ള 45 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കണ്ടൽ കാടാണ് പിച്ചവാരം മാൻഗ്രൂവ് ഫോറസ്റ്റ്. അധികം ആഴമില്ലാത്ത ഭാഗത്ത് വളരുന്ന ഈ കണ്ടൽ ചെടികൾക്കിടയിലൂടെയുള്ള യാത്ര മനോഹരമായൊരു അനുഭൂതി തന്നെയായിരുന്നു നൽകിയത്. ഈ ഭാഗത്ത് നദിക്ക് പരമാവധി 6 അടി താഴ്ച മാത്രമേ ഉള്ളൂ അത്രേ. സുന്ദർബൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽ കാടുകളാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കണ്ടൽ കാടുകളായി ഇത് അറിയപ്പെടുന്നു. കണ്ടൽ മരങ്ങൾക്കിടയിലൂടെ ടണൽ പോലുള്ള പ്രദേശത്തു കൂടിയായിരുന്നു യാത്രയിലെ ഏറിയ പങ്കും. ആകെയുള്ള ഒരു ആശങ്ക കണ്ടൽ ചെടികളുടെ വേര് തലയിലടിക്കുമോ എന്ന ഒരു പേടി മാത്രമായിരുന്നു. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു ബോട്ടിലിരുന്നത്. ടണലിലൂടെയുള്ള യാത്ര ആസ്വാദികരമായിരുന്നു. ചിദംബരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇത് എൻ്റെ 3ാമത്തെ സന്ദർശനമാണ്. 3 പ്രാവശ്യവും വളരെ കൗതുകത്തോടെ അത്ഭുതത്തോടെയാണ് ഈ കാഴ്ചകൾ ഞാൻ കണ്ടത്. ഞങ്ങൾ കുറേ അധികം സമയം ബോട്ടിലിരുന്ന് ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ ഇരുന്നും കണ്ടൽ ടണലിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നും ഒക്കെ ഫോട്ടോകൾ എടുത്തു. യാത്ര ആസ്വദിച്ച് 10 മണിയോടെ തിരിച്ചെത്തി. ബോട്ട് ഹൗസിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ കൂടി എടുത്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ധാരാളം മീൻ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമായതിനാൽ അത് കുറച്ച് കഴിച്ച് ചിദംബരം നഗരത്തിൽ കയറാതെ സൗത്ത് സൈഡിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി. 11:45 തരംഗമ്പാടി എന്നറിയപ്പെടുന്ന പഴയ ഒരു ഡാനിഷ് കോളനിയിലെത്തി. ട്രങ്കോബാർ എന്നാണ് ഇതിൻ്റെ പഴയ പേര്. ഇവിടുത്തെ കോട്ട കാണുന്നതിനായി ഞങ്ങൾ ആദ്യം കയറി. കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ട. ഡാൻസ്ബോർഗ് എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. 1620 നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് പല പ്രാവശ്യമായി വലിപ്പം കൂട്ടിയ ഒരു കോട്ടയാണ് ഇത്. ഇതിനുള്ളിൽ ഒരു മ്യൂസിയമുണ്ട്. 17-18 നൂറ്റാണ്ടുകളിലെ വിജയനഗര സാമ്രാജ്യത്തെ കാലത്തെയും തഞ്ചാവൂർ നായക്കന്മാരുടെ കാലത്തെയും പല വസ്തുക്കളും ഡെൻമാർക്കിൻ്റെ അധിനിവേശത്തിൻ്റെ അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം. ഡെൻമാർക്കിൻ്റെ ഇന്ത്യയിലെ ഏക കോളനിയായിരുന്നു ഇത്. കോട്ടയ്ക്ക് മുകളിൽ നിന്ന് കുറച്ച് സമയം കടൽ കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങി. തുടർന്ന് ഡാനിഷ് കോളനി ഏരിയയിലേക്ക് നീങ്ങി. സ്ട്രെയിറ്റ് ആയ ഒരു റോഡിന് ഇരുപുറവും നിൽക്കുന്ന പഴയ ബിൽഡിങ്ങുകൾ. ഇന്ത്യയിലെ ഡെൻമാർക്കിൻ്റെ ആദ്യ ട്രേഡിംഗ് പോസ്റ്റാണ് ഇത്. ഡെൻമാർക്കിലെ രാജാവായിരുന്ന ക്രിസ്ത്യൻ 4ാമൻ്റെ ദൂതനായിരുന്ന ഓബ് ഗജ്ജതയുടെ അപേക്ഷ പ്രകാരം അന്നത്തെ തഞ്ചാവൂരിലെ ഭരണാധികാരിയായിരുന്ന രഘുനാഥ നായിക് 1620 ഈ പ്രദേശം വ്യാപാര ആവശ്യങ്ങൾക്കായി ഡെൻമാർക്കിന് നൽകുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ ശ്രദ്ധേയമായ മറ്റൊരു നിർമ്മിതി ന്യൂ ജെറുസലേം ചർച്ചാണ്. 1718 നിർമ്മിച്ചതാണ് ഈ ലൂഥറൻ ചർച്ച്. 2004 സുനാമിയിൽ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷം പുനർനിർമ്മിച്ചതാണ് ഈ ചർച്ച്. കുറച്ച് ഫോട്ടോകൾ എടുത്ത് ഞങ്ങൾ തരംഗമ്പാടിയിലെ ഹാർബർ വ്യൂ പോയിന്റ് കാണാനായി പോയി. കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു കടൽ ഭിത്തി പോലത്തെ നിർമ്മിതിയാണ് ഇത്. ഈ കടൽപ്പാലത്തിലൂടെയുള്ള ഡ്രൈവ് ഒരു രസകരമായ സംഭവമായിരുന്നു. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിനെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഇത്. ഇന്ന് ഇത് ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായി അറിയപ്പെടുന്നു.
തരങ്കമ്പാടി എന്ന വാക്കിന്റെ അർത്ഥം പാട്ട് പാടുന്ന തിരകളുടെ സ്ഥലം എന്നാണ്. ഞങ്ങൾ ഈ വഴിയുടെ അറ്റത്തെത്തി. ഭയങ്കര കാറ്റായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സമയം കടൽ കാഴ്ചകൾ കണ്ടു. ഹാർബറിൽ ധാരാളം വള്ളങ്ങൾ കിടക്കുന്നു. മീൻപിടുത്ത വള്ളങ്ങളിലൊന്ന് ഹാർബറിലേക്ക് വരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റും കടലാണ്. കുറച്ചധികം സമയം അവിടെ നിന്ന് ഞണ്ടുകളെയും മറ്റ് കടൽ കാഴ്ചകളും കണ്ട് 12:45 ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി കാരയ്ക്കലിലേക്കാണ് യാത്ര. പോകും വഴി തരങ്കമ്പാടി ഗേറ്റിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. 1 മണിയോടെ ഞങ്ങൾ കാരയ്ക്കലിലെത്തി. ഒരു ഫോട്ടോ മാത്രം എടുത്ത് കൂടുതൽ കാഴ്ചകൾക്ക് നിൽക്കാതെ യാത്ര തുടർന്നു. അടുത്ത ലക്ഷ്യം നാഗൂർ ദർഗയാണ്. 1:45 ഞങ്ങൾ ദർഗയുടെ സമീപത്തെത്തി. പാർക്കിംഗ് കണ്ടുപിടിച്ച് ദർഗയിലേക്ക് നടന്നു. സൂഫി സന്യാസിയായിരുന്ന നാഗൂർ സയ്യിദ് അബ്ദുൽ ഖാദർ ഷാഹുൽ ഹമീദിന്റെ ടോംബ് ആണിത്. 1504 മുതൽ 1570 വരെ ഇവിടെ ജീവിച്ചിരുന്ന അദ്ദേഹം ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. അന്ന് തഞ്ചാവൂർ രാജാവായിരുന്ന അച്യുത നായിക് രാജാവിന്റെ അസുഖം ഈ സൂഫി വര്യൻ സുഖപ്പെടുത്തിയെന്ന് പറയുന്നു. ഇസ്ലാം ഹിന്ദു മതവിശ്വാസികളെ ഒരുപോലെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. ഈ ദർഗയിലെ മിനാരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇതിലേറ്റവും ഉയരം കൂടിയ ഇത് നിർമ്മിച്ചത് 18-ാം നൂറ്റാണ്ടിലെ തഞ്ചാവൂരിലെ മറാത്ത ഭരണാധികാരിയായിരുന്ന പ്രതാപ സിംഗ് ആണ്. മതങ്ങൾക്കിടയിൽ സഹവർത്തിത്വം വളർത്തുന്ന ഒരു സ്ഥലമായി ഇത് അറിയപ്പെടുന്നു. ഈ ദർഗ 16-ാം നൂറ്റാണ്ടിലാണ് നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ധാരാളം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. ഈ ദർഗയുടെ നിർമ്മാണത്തിൽ 95% സൂഫി ഷാഹുൽ ഹമീദിന്റെ വിശ്വാസികളായ ഹിന്ദുക്കളാണ് സംഭാവന ചെയ്തത്. തഞ്ചാവൂർ ഭരണാധികാരി അച്യുത നായിക് 16-ാം നൂറ്റാണ്ടിൽ സംഭാവന ചെയ്ത 200 ഏക്കർ സ്ഥലത്താണ് ദർഗയും അനുബന്ധ നിർമ്മിതികളും നിലനിൽക്കുന്നത്. 2:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മീൻ കൂട്ടി ഊണ് കഴിച്ച് യാത്ര തുടർന്നു. 3:30 ഞങ്ങൾ നാഗപട്ടണത്തെത്തി. ഫൈസൽ സാറിന്റെ പൂർവികരുടെ ഇടമെന്ന് പറഞ്ഞിരുന്നതെങ്കിലും അതിവിടെയല്ല, കായൽ പട്ടണത്താണെന്ന് പിന്നീട് മനസ്സിലായി. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ കയറി ഞങ്ങൾ വീണ്ടും സൗത്ത് ഡയറക്ഷനിലേക്കുള്ള യാത്ര തുടർന്നു. 4:30 കോടിക്കരയിലെ ഉപ്പുപാടങ്ങളിലെത്തി കാഴ്ചകൾക്കായി ഇറങ്ങി. ഈ ഭാഗത്തിന് പൊതുവെ പറയുന്ന പേര് പോയിന്റ് കാലിമർ റീജിയൻ എന്നാണ്. ഈ പ്രദേശം ഒരു ചതുപ്പ് പ്രദേശമാണ്. ഇത് റംസാർ സൈറ്റ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഏരിയയാണ്. ഇവിടുത്തെ ഉപ്പ് നിർമ്മാണം കുറച്ച് സമയം ഞങ്ങൾ കണ്ടുനിന്നു. ഒരു ഉപ്പുകൂന കണ്ടപ്പോൾ അതിനടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് 4:45 യാത്ര തുടർന്നു. ചെറുവഴികളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ 5 മണിയോടെ കോടിക്കരെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ മുന്നിലെത്തി. ഞങ്ങൾ കുറച്ച് വൈകിയതിനാൽ പോയിന്റ് കാലിമർ കാണാനായില്ല. ഞങ്ങൾ ചെറിയ നിരാശയോടെ കോടിക്കരെ ഫിഷിംഗ് ഹാർബറിലെ ബീച്ചിലേക്ക് നീങ്ങി. കുറച്ച് സമയം ഫോട്ടോ എടുത്ത് നടന്നു. ഇവിടെ സൗത്ത് ഡയറക്ഷനിലാണ് കടൽ. ശരിക്കും തമിഴ്നാടിന്റെ മിക്കവാറും എല്ലാ ഭാഗത്തും കിഴക്കൻ ഡയറക്ഷനിലാണ് കടൽ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഡ്രൈവ് ഇൻ ബീച്ചാണെന്ന് മനസ്സിലായത്. തുടർന്ന് കാറ് കൊണ്ട് ബീച്ചിലൂടെ ഒരു കറക്കം കറങ്ങി. അതും രസകരമായ ഒരു കാര്യമായിരുന്നു. അതിഭയങ്കര കാറ്റായതുകൊണ്ട് കടൽ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരുന്നതിനാൽ കടലിൽ ഇറങ്ങിയില്ല. ശ്രീലങ്കയുടെ മുകളിലേക്ക് മൂക്കുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് പോയിന്റ് കാലിമർ എന്ന സ്ഥലം. ഇവിടെ വെച്ച് കടൽ തീരം 90 ഡിഗ്രി പടിഞ്ഞാറൻ ഡയറക്ഷനിലേക്ക് തിരിയും. അവിടെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ചധികം സമയം കടൽ തീരത്തുകൂടി യാത്ര നടത്തി. 5:30 ഇരുട്ട് വീഴാൻ തുടങ്ങിയതിനാൽ ഞങ്ങൾ തിരികെ വേളാങ്കണ്ണിയിലേക്ക് നീങ്ങി. വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തു തന്നെയുള്ള ഹോട്ടൽ പാരഡൈസിൽ റൂമെടുത്തു. 7:30 വേളാങ്കണ്ണിയിലെ കാഴ്ചകൾക്കായി ഇറങ്ങി. ഇന്ത്യയിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന സ്ഥലമാണ് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി മാതാവിന്റെ പള്ളി. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലുണ്ടായ അത്ഭുതങ്ങളുടെ പേരിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. 1570 ഒരു ഇടയ ബാലനും 1597 മാതാകുളം എന്ന ചാപ്പൽ നിൽക്കുന്ന സ്ഥലത്ത് വികലാംഗനായ ഒരു ബാലനും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ ബാലന്റെ അംഗവിഹീനത മാറിയെന്നും വിശ്വസിക്കുന്നു. 3-ാമത്തെ സംഭവത്തിൽ ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പോർച്ചുഗീസ് നാവികർ പ്രതികൂല കാലാവസ്ഥയിൽ ബംഗാൾ ഉൾക്കടലിൽ പെട്ടുപോയി. കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയാൽ മുഴുവൻ ജീവനക്കാരും രക്ഷപ്പെട്ട് ഈ പള്ളിയുടെ മുന്നിലാണ് വന്നു ചേർന്നത്. സെപ്റ്റംബർ 8 മാതാവിന്റെ ജനന തിരുനാൾ ദിവസമാണ് ഇത് സംഭവിച്ചത്.
ആ നാവികർ ഈ ദേവാലയം പുനർനിർമ്മിച്ചു. കിഴക്കൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ പള്ളി 1962 ബസിലിക്കയായിട്ട് മാറി. ഞങ്ങൾ കുറച്ച് സമയം കടൽ തീരത്തുകൂടി നടന്നു. വളയമേറിൽ ഫൈസൽ മാഷ് സെവനപ്പ് കുപ്പി നേടിയെടുത്തു. കുറച്ച് മീനും മറ്റും കഴിച്ച് പതിയെ ഹോട്ടലിലേക്ക് നടന്നു. ജൂലൈ 27 രാവിലെ 6 മണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. അതിഭയങ്കര തിരക്കായിരുന്നു. 7 മണിയോടെ പള്ളിയും പരിസരവും വീണ്ടും നടന്നു കണ്ടു. ഗോത്തിക് ശൈലിയിലെ ഈ പള്ളിയിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. രാവിലെ 8 മണിയോടെ ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. തനത് തമിഴ്നാടൻ ഗ്രാമപ്രദേശങ്ങളുടെ കാഴ്ചകൾ കണ്ട് 10 മണിയോടെ ഞങ്ങൾ തഞ്ചാവൂരിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബൃഹദേശ്വര ക്ഷേത്രം കാണാനായി കയറി. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇത്. ചോള രാജാവായ രാജരാജ ചോളന്റെ കാലത്ത് AD 1010 ഈ വലിയ ക്ഷേത്രം നിർമ്മിച്ചത്. ചെറിയ ഒരു ഗോപുരം കടന്നെത്തിയാൽ പിന്നെ വളരെ വലിയ 2 പ്രവേശന ഗോപുരങ്ങൾ കാണാം. ഇതിൽ ആദ്യത്തെ ഗോപുരത്തിന്റെ പേരാണ് കേരളാന്തകൻ തിരുവാസൽ. ചേര രാജാവിനെ പരാജയപ്പെടുത്തിയ രാജരാജ ചോളന്റെ തിരുവാതിൽ എന്നർത്ഥം. രണ്ടാമത്തെ ഗോപുരം കൂടുതൽ ആകർഷകമായ കൊത്തുപണികളാൽ നിറച്ച ഒന്നാണ്. ഇതിന്റെ പേര് രാജരാജൻ തിരുവാസൽ. പുരാണങ്ങളിലെ ഭാഗങ്ങളാണ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും കടന്നു ചെന്നാൽ മുന്നിൽ നന്ദി മണ്ഡപവും അതിനപ്പുറത്ത് വലിയ ക്ഷേത്രവും കാണാം. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നന്ദി ശില്പത്തിന് 25 ടൺ ഭാരമുണ്ട്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ ശില്പി കുഞ്ചരമല്ലൻ രാജ പെരുന്തച്ചനാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് മൊത്തം 1.3 ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടിവന്നു. ക്ഷേത്ര ഗോപുരത്തിന് മുകളിലുള്ള കല്ലിന് ഏതാണ്ട് 90 ടൺ ഭാരമുണ്ട്. ഏതാണ്ട് 4 കിലോമീറ്റർ നീളത്തിൽ ചെരുവ് തലം നിർമ്മിച്ച് അതിലൂടെയാണ് ഇതിനു മുകളിൽ കല്ല് കൊണ്ടുവന്ന് വെച്ച് കൊത്തുപണി നടത്തിയത്. ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും തിരക്ക് കാരണം പുറത്തിറങ്ങി പോരുകയാണ് ചെയ്തത്. തുടർന്ന് ഞങ്ങൾ ക്ഷേത്രം ചുറ്റി നടന്നു കണ്ടു. വലിയ ശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 66 മീറ്റർ ഉയരമുള്ള ക്ഷേത്രഗോപുരം അന്നത്തെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാക്കി ഇതിനെ മാറ്റി. ഗോപുരത്തിലെ ശില്പങ്ങളും വളരെ മനോഹരമാണ്. ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് ഉപക്ഷേത്രങ്ങൾ കാണാം. അവയും മനോഹരമായ കൊത്തുപണികളാൽ നിറച്ചവയാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനോട് ചേർന്നുള്ള വരാന്തകളിൽ 1008 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ചുവരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ കാണാം. ചോളന്മാർ, നായ്ക്കന്മാർ, മറാഠ രാജാക്കന്മാർ എന്നിവരുടെ കാലത്തേതാണ് ഈ ചിത്രങ്ങളെല്ലാം. ക്ഷേത്രത്തിനുള്ളിലെ ചെറു ക്ഷേത്രങ്ങളിൽ ഗണേശ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ മറാത്ത രാജാവായിരുന്ന സർഫോജി നിർമ്മിച്ചതാണ്. മനോഹരമായ സുബ്രഹ്മണ്യ ക്ഷേത്രം നായ്ക്കന്മാരുടെ കാലത്തേതാണ്. വെയിലായിരുന്നതിനാൽ ചുറ്റുമുള്ള വരാന്തയിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. ഈ ഭീമാകാരമായ ക്ഷേത്രം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കുറച്ചധികം സമയം നടന്ന് കണ്ട് തിരികെ പ്രധാന ക്ഷേത്രത്തിന് മുന്നിലുള്ള പെരിയ നായിക്കി അമ്മാൾ ക്ഷേത്രം കാണാനായി കയറി. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. രമേശ മാഷും സുനിൽ മാഷും വരാൻ ഞങ്ങൾ നന്ദി മണ്ഡപത്തിൽ കയറി കാത്തുനിന്നു. നായ്ക്കന്മാരുടെ കാലത്തേതാണ് ഈ നന്ദി മണ്ഡപം. കുറച്ച് തഞ്ചാവൂർ പാവകൾ വാങ്ങാനായി ഞങ്ങൾ നോക്കിയെങ്കിലും ഉപേക്ഷിച്ച് 11:45 തിരികെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തനത് തമിഴ്നാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് തമിഴ്നാട്ടിലെ പുതിയ മികച്ച നാഷണൽ ഹൈവേകളിലൂടെയുള്ള യാത്ര ആസ്വദിച്ച് 6.5 മണിക്കൂറോളം യാത്ര ചെയ്ത് വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി.